ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചിക്കൻ പുട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതായത് മസാലപ്പുട്ട്. നമ്മൾ അജ്മിയുടെ സ്റ്റീമേഡ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതാ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഈ ഒരു പുട്ടുപൊടി ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന രൂപത്തിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്ന് കരുതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. ഇതാണ് കേട്ടോ ആ ഒരു പൊടിക്ക് ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് നോർമൽ വാട്ടറാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 25 മിനിറ്റെങ്കിലും നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നേരിയ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. ഈ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പും മസാലപ്പൊടികളൊക്കെ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികളായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. കാരണം ഒരുപാട് എരിവൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു ചിക്കൻ ആണല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല ആഡ് ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫാണ് ഇതിന് പകരം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഫ് മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് തന്നെ പൊത്തുന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയായി കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയത്ത് പുട്ടിൻ്റെ പൊടിക്ക് നനവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല, അപ്പോൾ കട്ട കുത്തി പോകും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. നോർമലി പുട്ട് എങ്ങനെ റെഡിയാക്കുന്ന എല്ലാവർക്കും അറിയില്ല. ആദ്യം തേങ്ങ ഇടുക, പിന്നെ പുട്ടുപൊടി ഇടുക, അങ്ങനെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മസാലയും കൂടെ ആഡ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങയാണ് കേട്ടോ അടിയിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും ആ ഒരു സ്റ്റേജ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നോർമലി നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ അതിന് ഇപ്പോൾ തേങ്ങേൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ പുട്ടുകുറ്റി ഞങ്ങളുടേത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന നേരം ഇത് സെറ്റാക്കിയിട്ട് ഇത് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആവി പോയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.